Hi students, welcome to Riju and PSK Tele classes. In the previous class, we already discussed about LC oscillation. LC oscillation. What is the differential equation? D square Q divided by dt square plus and there no this is equal to omega square into Q is equal to 0 where omega is equal to 1 by root LC. This is omega is equal to 1 by root LC. Resonance frequency resonance frequency then nu is equal to 1 by 2 pi root LC. Here then the solution of this equation Q equal to what is the equation? Q0 cos omega t. When and cos omega t it is charged from extreme point. At initial time its charge will be maximum. T equal to 0 charge Q0 and I is equal to minus dq divided by dt which is equal to I0 sin omega t. And the total energy is equal to electrical energy plus magnetic energy. What is the electrical energy? And then the electric energy in the capacitor energy. Then E is equal to half into Q square divided by C plus half Li square. ഇത്രയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് റിമൈൻസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സിമ്പിൾ ഹാർമോണിക് മോഷനെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ. LC ഓസിലേഷൻ, എനർജി ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് എനർജി ഓസിലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? LC ഓസിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഗ്രാഫൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ പറയുന്നത് ഏത് പോയിന്റിലാണ് ഫുൾ ഇലക്ട്രിക്കൽ എനർജി? അറ്റ് എനി പോയിന്റ് നമുക്കറിയാം ഇലക്ട്രിക്കൽ എനർജി മാക്സിമ എന്ന് പറയുന്നതും മാഗ്നറ്റിക് എനർജി മാക്സിമ എന്ന് പറയുന്നത് നമുക്ക് എന്തറിയാം? ടോട്ടൽ എനർജിയാണ്. ടോട്ടൽ എനർജി റിമൈൻസ് കോൺസ്റ്റന്റ്. ഓക്കെ അല്ലേ? ഇലക്ട്രിക്കൽ എനർജി മാക്സിമം ആകുമ്പോൾ മാഗ്നറ്റിക് എനർജി എന്തായിരിക്കും? 0. അപ്പോഴും ഇലക്ട്രിക് എനർജി പ്ലസ് മാഗ്നറ്റിക് എനർജി എന്ത് തന്നെ വരണം? ടോട്ടൽ എനർജി തന്നെ വരണം. ഓക്കെ അല്ലേ? അപ്പോൾ at a particular time electrical energy is completely converted to magnetic energy. Initially capacitor fully charged ആയിരിക്കും, then capacitor discharge ചെയ്യും, ഇൻഡക്ടറിലെ across magnetic energy produce ചെയ്യും അല്ലേ. അങ്ങനെയാണെങ്കിൽ at a particular point ഏതോ ഒരു പോയിന്റിൽ കപ്പാസിറ്റർ ഇനീഷ്യലി ഫുള്ളി ചാർജ്ഡ് ആയിരുന്നു, എന്നിട്ടോ ഇൻഡക്ടർ പോസിറ്റീവ് 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 നെഗറ്റീവ് 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 ഇത് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും, ഇൻഡക്ടറിൻ്റെ അക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഏതോ ഒരു പോയിന്റിൽ ഇലക്ട്രിക്കൽ എനർജി എന്തായിരിക്കും? ഇലക്ട്രിക്കൽ എനർജി 0 ആയിരിക്കും ആൻഡ് ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് Li0 സ്ക്വയർ. ഓൺലി മാഗ്നറ്റിക് എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഏത് ടൈമിലാണ് എന്നാണ് നമുക്കറിയേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി 0 എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു Q square divided by 2 equal to 0. That means Q equal to 0. Qന്റെ equation എന്തായിരുന്നു? Q0 cos omega t equal to 0. Cos omega t 0 ആണെങ്കിൽ omega t യുടെ വാല്യൂ എത്രയായിരിക്കണം? cos എപ്പോഴൊക്കെയാണ് 0 ആവുക? pi by 2, 3 pi by 2, 5 pi by 2 അങ്ങനെ എല്ലാ ഓഡ് നമ്പർ എങ്ങനെയായിരിക്കും? അപ്പോൾ omega t equal to 2n plus 1 pi by 2 അല്ലേ. 2n plus 1 pi by 2. എന്നിന് 0 ആണെങ്കിൽ എന്നിന് 1 ആണ് കൊടുക്കുന്നതെങ്കിലോ 2n minus 1 എന്ന് കൊടുക്കണം കേട്ടോ. then 2n plus 1 pi by 2 എല്ലാ ഓഡ് നമ്പർ pi by 2നും എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. കോസ് വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ കോസ് 0 ആവുന്ന സമയത്ത് എന്ത് 0 ആയിരിക്കും? ഇലക്ട്രിക്കൽ എനർജി 0 ആയിരിക്കും, മാഗ്നറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. ദെൻ ഒമേഗയുടെ വാല്യൂ എന്താണ്? 2 pi by t ഇൻറ്റു t is equal to 2n plus 1 pi by 2. ഓക്കെ അല്ലേ? പൈ കട്ട് ചെയ്ത് പോയി. ദെൻ സ്മോൾ t at a time the magnetic energy will be maxima and the electrical energy is 0. Then the time at t is equal to എത്രയായിരിക്കണം? 2n plus 1 t divided by 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ടൈം എത്രയായിരിക്കും? ഫസ്റ്റ് ടൈം എന്തായിരിക്കും? ടൈം t is equal to t divided by 4, then 3t by 4, again
5t divided by 4. അങ്ങനെ ഓഡ് നമ്പർ T/4 ഇലക്ട്രിക്കൽ എനർജി 0യും മാഗ്നറ്റിക് എനർജി മാക്സിമം. അതെന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ ഫുള്ളി ഡിസ്ചാർജ് ചെയ്യും, അതായത് ഇൻഡക്ടറിൻ്റെ അക്രോസ് മാഗ്നറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ദെൻ ഒരു കാര്യം കൂടി നോക്കാം. ഏതോ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇലക്ട്രിക്കൽ എനർജിയും മാഗ്നറ്റിക് എനർജിയും സെയിം ആയിരിക്കും. അറ്റ് ടൈം ടി, അറ്റ് എനി ടൈം ടി, ഇലക്ട്രിക്കൽ എനർജി ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് എനർജി. ഇലക്ട്രിക്കൽ എനർജിയും മാഗ്നറ്റിക് എനർജിയും സെയിം ആണ്. അത് ഏത് പോയിന്റിലായിരിക്കും? അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം ഇലക്ട്രിക്കൽ എനർജി പ്ലസ് മാഗ്നറ്റിക് എനർജി അല്ലേ. ദെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 times ഇലക്ട്രിക്കൽ എനർജി. 2 times ഇലക്ട്രിക്കൽ എനർജി ആയിരിക്കണം അല്ലേ? ഇലക്ട്രിക്കൽ എനർജിയും മാഗ്നറ്റിക് എനർജിയും സെയിം ആണെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്താലല്ലേ നമുക്ക് ടോട്ടൽ എനർജി കിട്ടുക. ദെൻ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു 2 times ഇലക്ട്രിക്കൽ എനർജി. ദെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു Q square by C into 2. ഹാഫ് ഇൻറ്റു Q square by C into 2. ക്ലിയർ അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ദെൻ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു മാക്സിമം ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു മാക്സിമം ഇലക്ട്രിക്കൽ എനർജിയാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് Q0 സ്ക്വയർ ഡിവൈഡഡ് ബൈ C. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹാഫ് ഇൻറ്റു Q0 സ്ക്വയർ ഡിവൈഡഡ് ബൈ C is the total energy, which is equal to 2 times electrical energy Q square by C into 2. Okay അല്ലേ? half Q square by C. half Q square by C into 2. 2C കട്ട് ചെയ്ത് പോയി. ദെൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q0 square is equal to, at any time t, what is the value of Q? Q equal to Q0 cos omega t the whole square into 2. ഓക്കെ അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് രണ്ട് സൈഡിലും ഞാൻ സ്ക്വയർ റൂട്ട് എടുത്തു. Q സ്ക്വയറും Q സ്ക്വയറും കട്ട് ചെയ്ത് പോയി. ദെൻ നമുക്ക് എന്ത് കിട്ടും? 1 is equal to cos square omega t into 2. ദെൻ cos omega t രണ്ട് സൈഡിലും റൂട്ട് എടുക്കുക. cos omega t equal to, what is the value? cos omega t is equal to 1 by root 2. cos omega t is equal to 1 by root 2. cos omega t 1 by root 2 ആണെങ്കിൽ omega t യുടെ വാല്യൂ എത്രയൊക്കെ ആയിരിക്കും? എപ്പോഴൊക്കെയാണ് കോസിൻ്റെ വാല്യൂ 1 by root വരിക? 45 ഡിഗ്രി അല്ലേ? എപ്പോൾ എത്ര ആയിരിക്കും? π/4. വെറും π/4 മാത്രമാണോ? അല്ല. എത്രയൊക്കെയാണ്? 3π/4 again 5π/4. അങ്ങനെ പറയുകയാണെങ്കിൽ എന്ത് പറയാം? 2n+1 ജനറലി 2n+1 π/4. എല്ലാ ഓഡ് നമ്പർ π/4നും എന്തായിരിക്കും? കോസിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? 1 by root 2 ആയിരിക്കും. Again we can substitute 2π/t into t is equal to 2n+1 π/4. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. പൈ കട്ട് ചെയ്ത് കളഞ്ഞു. ദെൻ സ്മോൾ ടി ഇസ് ഈക്വൽ ടു, നമുക്ക് ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ സ്മോൾ ടി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? 2n+1 t divided by 4 into 2. 4 into 2 is equal to 2n+1 t divided by 8. എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? t/8, 3t/8 and 5t/8. അങ്ങനെ ഓഡ് നമ്പർ t/8-നെല്ലാം ഇലക്ട്രിക്കൽ എനർജിയും മാഗ്നറ്റിക് എനർജിയും ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് എനർജി ആവുന്നത് എപ്പോഴൊക്കെയാണ്? ടൈം t ഇസ് ഈക്വൽ ടു ഏതൊക്കെയായിരിക്കും? t/4, 3t/4, 5t/4 etc. Then electrical energy equal to magnetic energy ആവുന്നത് t is equal to odd number t/8, t/8, 3t/8 and 5t/8 etc. Clear അല്ലേ? ഓക്കെ ആണല്ലോ. ദെൻ നമ്മൾ ഇതുവരെ നോക്കിയതെല്ലാം ഐഡിയൽ കേസാണ്. റിയൽ കേസിൽ ഒരിക്കലും എന്താവില്ല? ആംപ്ലിറ്റ്യൂഡ് റിമൈൻസ് കോൺസ്റ്റൻ്റ് ആവില്ല.
അതായത് നമ്മളൊരു LC ഓസിലേറ്റർ ഇൻഡക്ടറും കപ്പാസിറ്ററും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡക്ടർ ചെറിയ അളവിലെങ്കിലും ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. അപ്പോൾ അത് എന്തുപോലെ ആക്ട് ചെയ്യും? ഒരിക്കലും എന്തുപോലെ ആക്ട് ചെയ്യില്ല. LC ഓസിലേറ്റർ മാത്രമല്ല, ഒരു ഇൻഡക്ടർ ഉണ്ടായിരിക്കും, കൂടെ ഇൻഡക്ടർ എന്തുകൂടി ഓഫർ ചെയ്യും? ഒരു റെസിസ്റ്റൻസ് കൂടി. ആ കോയിൽ ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. ദെൻ there is a capacitor. ഇത് എന്തിന് ഇക്വാലൻ്റാ? LCR സീരീസ്. LCR സീരീസിന് ഇക്വാലൻ്റ് ആണ് അല്ലേ? LCR സീരീസിന് ഇക്വാലൻ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് കാരണം കുറച്ച് എനർജി ലോസ് ആവും. അപ്പോൾ ഓരോ ഓസിലേഷനും എനർജി ലോസ് ആവുമെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് റിമൈൻസ് കോൺസ്റ്റന്റ് ആവോ? ഇല്ല. ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്ത് വന്നാൽ ഫൈനലി ആ ഓസിലേഷൻ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയുള്ള ഓസിലേഷൻ നമ്മൾ എന്താ പറയുക? ഡാംപ്ഡ് ഓസിലേഷൻ. എന്താ പറയുക നമ്മൾ? ഡാംപ്ഡ് ഓസിലേഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇനീഷ്യലി നമുക്ക് LC നമ്മളെ കപ്പാസിറ്ററും ഇൻഡക്ടറും മാത്രമേ ഉള്ളൂ. The inductor offers zero resistance is an ideal case. That case we get the answer amplitude remains constant. Amplitude constant ആയിരുന്നു. But in the case of it is a real case. ഇത് ഐഡിയൽ കേസ് ആണ്. ഇതാണ് റിയൽ കേസ്. റിയൽ കേസിൽ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്ത് വരും? കുറഞ്ഞ് വരും. എന്നിട്ട് അത് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ആവും. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യും. ഇത് നിങ്ങൾ എവിടെ കണ്ടിട്ടുള്ളത്? മെക്കാനിക്കൽ സിസ്റ്റത്തിൽ കണ്ടിട്ടുണ്ട് അല്ലേ? എന്താ മെക്കാനിക്? സ്പ്രിങ് ഒരു മാസമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡാമ്പിങ് കോൺസ്റ്റന്റ് B കൂടി വരും. അത് ഫൈനലി സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു അവിടെ. ഇറ്റ്സ് എ ഫോഴ്സ്ഡ് ഓസിലേഷൻ അല്ലേ? അപ്പോൾ എക്സ്റ്റേണലി നമ്മൾ അതിനൊരു ഫോഴ്സ് കൂടി, ഒരു സൈനസോയിഡൽ ഫോഴ്സ് കൊടുത്തിട്ടാണ് നമ്മൾ അതിനെ ഓസിലേറ്റ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? ഫോഴ്സ്ഡ് ഓസിലേഷൻ. സിമിലർലി നമുക്ക് ഇവിടെയും ഒരു ഫോഴ്സ്ഡ് ഓസിലേഷൻ പോസിബിൾ ആണ്. LCRന്റെ അക്രോസ് നമ്മളൊരു പൊട്ടൻഷ്യൽ AC പൊട്ടൻഷ്യൽ കൂടി കൊടുത്തു V. Then it is just like our forced oscillation with damping. നമ്മൾ അനലിറ്റിക്കൽ മെത്തേഡ് സോൾവ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ഇക്വേഷൻ എന്ന് പറഞ്ഞ് എന്തിന് ഇക്വലൻ്റ് ആണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഫോഴ്സ്ഡ് ഓസിലേഷൻ വിത്ത് ഡാമ്പിങ്ങിന് ഇക്വലൻ്റ് ആണ്. ഓക്കെ, ദെൻ നമുക്കൊന്ന് നോക്കാം. Then damped oscillation. When the circuit has no resistance, undamped oscillation. Resistance ഇല്ല എങ്കിൽ അതിനെ നമ്മൾ എന്താ പറയും? Undamped oscillation. പക്ഷേ പ്രാക്ടിക്കലി അത് പോസിബിൾ ആണോ? പ്രാക്ടിക്കലി അത് ഒരിക്കലും പോസിബിൾ അല്ല. പ്രാക്ടിക്കലി a circuit cannot be entirely resistanceless. So some part of energy is lost in resistance and amplitude of the oscillation goes on decreasing, then it is known as damped oscillation. അതേപോലെ തന്നെ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് മാത്രമല്ല, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനർജി ഡിക്രീസസ്. അങ്ങനെയും അതുകൊണ്ടും നമുക്ക് അവിടെ എന്തുണ്ടാവും? നിങ്ങൾ EM വേവ്സിൽ പഠിക്കും കേട്ടോ. ഓസിലേറ്റിംഗ് പാർട്ടിക്കിൾസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? EM വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ EM വേവ്സ് കാരണവും നമുക്ക് എന്തുണ്ടായിരിക്കാം? എനർജി ഡിക്രീസിങ് ആയിരിക്കാം. ക്ലിയർ അല്ലേ? ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. നിങ്ങളെ NCERTയിലുള്ള സെയിം തന്നെയാണ് കേട്ടോ. നിങ്ങളെ NCERTയിൽ നിങ്ങളെ NCERTയിലുള്ള സെയിം പിക്ചർ തന്നെയാണ്. ഡാംപ്ഡ് ഓസിലേഷൻ ആൻഡ് ഡ്രിവൺ LCR സർക്യൂട്ട്. ഓക്കെ, ഡാംപ്ഡ് ഓസിലേഷനിൽ നിങ്ങൾക്ക് അറിയാം, ഫോഴ്സ്ഡ് ഓസിലേഷനിൽ നമ്മൾ എക്സ്റ്റേണൽ കൊടുക്കുന്ന ഫോഴ്സ് ആണ് ഇത്. എക്സ്റ്റേണലി കൊടുക്കുന്ന ഫോഴ്സ് ആണ് F cos omega d into F0 ഉണ്ട് കേട്ടോ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫോഴ്സിന് എക്സ്റ്റേണലി കൊടുക്കുന്ന ഫോഴ്സിന്റെ മാക്സിമം അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ കൊടുക്കുക? F0. ആൻഡ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നതായിരുന്നു omega d അല്ലേ? ദെൻ m into d square x divided by dt square plus b. b എന്താ പറയുക? നിങ്ങൾ എല്ലാം നമ്മൾ 11th പഠിച്ചതാ. എന്താ b എന്ന് പറയുന്നത്? Damping constant. B into dx by dt plus kx is equal to externally നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്ഡ് ഓസിലേഷൻ ആണ് F0 cos omega d into t. ജസ്റ്റ് സിമിലർ ആയിട്ട് നമുക്ക് ഇവിടെയും ഉണ്ട്. എന്താണ്? LCR സർക്യൂട്ട്. കപ്പാസിറ്റർ, ഇൻഡക്ടർ ആൻഡ് റെസിസ്റ്റർ. റെസിസ്റ്റർ നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്നതല്ല കേട്ടോ. എന്താണ്? ആ കോയിലിൻ്റെ റെസിസ്റ്റൻസ്. അതായത്
കോയിൽ ഓഫ് എ റെസിസ്റ്റൻസ് ആർ. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് അനലറ്റിക്കൽ മെത്തേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് L into di by dt. di by dt is equal to എങ്ങനെയാണ് കിട്ടുന്നത് L into di by dt plus Q by C plus I into R. Then di by dt which is equal to V0 sin omega t. ഇങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ L into di by dt I എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നറിയാം dq by dt. I is equal to dq by dt. Then L into d square q divided by dt square plus I can say dq by dt. Then again r into dq by dt plus q by c is equal to v0 അല്ലെങ്കിൽ vm എന്നാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടെ vm തന്നെ എടുക്കാം. vm sin omega t. ക്ലിയർ ആണല്ലോ? അപ്പോൾ രണ്ട് ഇക്വേഷൻ ഒന്നും കമ്പയർ ചെയ്തേ. ഇവിടെ മാസിന് ഇക്വലന്റ് ആയിട്ട് ഇവിടെ എന്താ ഉള്ളത് ഇൻഡക്റ്റൻസ്. മാസിന് ഇക്വലന്റ് ആയിട്ട് എന്താ ഉള്ളത് ഇവിടെ ഇൻഡക്റ്റൻസ്. ആൻഡ് എക്സിന് ഇക്വലന്റ് ആയിട്ട് ഡിസ്റ്റൻസിന് ഇക്വലന്റ് ആയിട്ട് പൊസിഷൻ ഇക്വലന്റ് ആയിട്ട് ഇവിടെ എന്താ ഉള്ളത് ചാർജ്. ആൻഡ് അഗെയിൻ റെസിസ്റ്റൻസ് ഈസ് ഇക്വലന്റ് ടു എന്തിന് ഇക്വലന്റ് ആണ് ബി. ബി എന്താണ് ഡാമ്പിംഗ് കോൺസ്റ്റന്റ്. ആൻഡ് 1/c 1/c is equivalent to 1/c is equivalent to force constant k. ക്ലിയർ ആണല്ലോ? ആൻഡ് അഗെയിൻ എക്സ്റ്റേണൽ ആംപ്ലിറ്റ്യൂഡ് കൊടുത്തിരിക്കുന്നതിൻ്റെ ഫോഴ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ് v0 ഹിയർ ദ f0 ആൻഡ് ഹിയർ ദ ഫ്രീക്വൻസി എക്സ്റ്റേണൽ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഫ്രീക്വൻസി ഫോഴ്സ്ഡ് ഓസിലേഷൻ്റെ ഫ്രീക്വൻസി ഹിയർ ദ ഒമേഗ d. ആൻഡ് ദ നാച്ചുറൽ ഫ്രീക്വൻസി നമുക്കറിയാം. ഹിയർ ദ നാച്ചുറൽ ഫ്രീക്വൻസി ഈസ് ടേക്കൺ ആസ് ഒമേഗ ബട്ട് ഒമേഗ is equal to 1/root L, so omega 0. In the case of forced oscillation, omega is equal to root of k divided by m. Here we know that the natural frequency omega is equal to 1/root LC. It is a resonant frequency. ആണ് നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്തായിട്ട് എടുക്കുക omega 0. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം എന്തൊക്കെ കിട്ടും നോക്കിയേ. ഡിസ്പ്ലേസ്മെന്റ് x is equivalent to charge on the capacitor q. Charge on the capacitor q. And the time t with respect to t തന്നെയാണ് രണ്ടും വേരി ചെയ്യുന്നത്. മാസ് m. എമ്മിന് ഇക്വലന്റ് ആയിട്ട് എന്താണുള്ളത് m is equivalent to ഇൻഡക്റ്റൻസ് L. Then damping constant B is equivalent to നമ്മൾ LCR സർക്യൂട്ടിൽ എന്താണുള്ളത് റെസിസ്റ്റൻസ് R. Here the spring constant K, the inverse capacitance 1/c, and the natural frequency of oscillation. What is the natural frequency of oscillation? Here the K taken as omega, and here the omega 0 1/root LC. Amplitude of oscillation is A, and amplitude of charge stored is Q0 or Qm. Then the amplitude of forced oscillation is F0. Here the amplitude is Vm. Clear അല്ലേ? ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ഇക്വേഷൻസ് എന്ന് ഓർമ്മയുണ്ടോ? എന്തൊക്കെയായിരുന്നു ഇക്വേഷൻസ്? അത് കുറഞ്ഞു വരും. ആംപ്ലിറ്റ്യൂഡ് എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യും. ആൻഡ് ഒമേഗയുടെ വാല്യൂ എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? മെക്കാനിക്കൽ റൂട്ട് ഓഫ് കെ ഡിവൈഡഡ് ബൈ എം മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4m². അപ്പോൾ ഇവിടെ എന്തായിരിക്കും LCR എന്തായിരിക്കും? And the omega is equal to root of 1/LC minus r square divided by 4l². omega ക്ക് equivalent k by m, b ക്ക് equivalent r ആണ്, and m ന് equivalent l ആണ്. ക്ലിയർ അല്ലേ? Similarly, the amplitude A is equal to amplitude of oscillation is equal to f0 divided by root of here the m² into omega square minus omega d the whole square plus omega d square b square omega d square b square. ഇതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? f0 ന് ഇക്വലന്റ് എന്താ ഇവിടെ? vm ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇക്വലന്റ് ടു m ന് ഇക്വലന്റ് എന്താണ്? ഇൻഡക്റ്റൻസ് L². omega equivalent to omega 0 is the natural frequency എന്ന് പറയുന്നത് omega 0 the whole square minus forced oscillation ന്റെ omega square the whole square plus omega d is equal to omega square b ക്ക് equivalent r. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക്
നമ്മൾ മെക്കാനിക്കൽ ഓസിലേഷനിൽ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ഇക്വാലൻ്റ് ആയിട്ട് നമുക്ക് എവിടെയുണ്ട്, നമ്മളുടെ LCR സർക്യൂട്ടിലും നമുക്ക് ഇക്വാലൻസ് എല്ലാം ഉണ്ട്, എല്ലാത്തിനും ടേംസ് ഉണ്ട്. ജസ്റ്റ് ഇതിൻ്റെ ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതിൻ്റെ വെച്ചിട്ട് പ്രോബ്ലംസ് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്നാൽ പോലും ഡാംഡ് ഓസിലേഷൻ, എല്ലാ ഓസിലേഷൻസും എന്താണ്, ഡാംഡ് ഓസിലേഷൻസ്. സിമ്പിൾ ഹാർമോണിക്, പ്യുവർ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ നമുക്ക് പോസിബിൾ ആണോ? അൺഡാംഡ് ഓസിലേഷൻ ഒരിക്കലും, പ്രാക്ടിക്കലി വിച്ച് ഇസ് ഇംപോസിബിൾ, നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ല. എപ്പോഴും ഒരു കോയിൽ എന്ത് ഓഫർ ചെയ്യും, റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുമെങ്കിൽ ഡാമ്പിങ് ഈസ് ആംപ്ലിറ്റ്യൂഡ് ഈസ് എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ആൻഡ് ഫൈനലി ഇറ്റ് വിൽ സ്റ്റോപ്പ്, അത് സ്റ്റോപ്പ് ചെയ്യും. ഇനി ഇത് റിയൽ കേസിൽ ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ ഉണ്ടായിരുന്ന, damped oscillation will be real only when 1 by LC must be greater than R square divided by 4L square. Just ഒന്ന് അറിയണം എന്താണ് ഇത് റിയൽ ആവണമെങ്കിൽ കണ്ടീഷൻ എന്താണ്, 1 by LC must be, അല്ലെങ്കിൽ ഇത് റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരും. ഓക്കെ, അതാണ് റിയൽ ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്, 1 by LC മൈനസ് R സ്ക്വയർ ബൈ 4L സ്ക്വയർ. ഇവിടെ ആറിന് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാം അൺഡാംഡ് ഓസിലേഷന് ഇക്വാലൻ്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം ഓൺ ദ ബേസിസ് ഓഫ് ദ ഓസിലേഷൻ. Okay, an LC circuit contains a 20 millihenry inductor. L എത്രയാണെന്ന് പറഞ്ഞാൽ L is equal to 20 millihenry. Milli നമുക്ക് കൺവേർട്ട് ചെയ്യാം 20 into 10 raised to minus 3 Henry and 50 microfarad capacitor. അപ്പോൾ കപ്പാസിറ്റർ എത്രയാണ്, 50 microfarad, which is equal to 50 into 10 raised to minus 6 farad. With an initial charge എന്ന് പറയുന്നത് Q0, maximum charge Q0 is equal to 10 millicoulomb, which is equal to 10 into 10 raised to minus 3 coulomb. Then the circuit is negligible. Resistance of the circuit is negligible. It is the damped ആണോ undamped ആണോ? Undamped simple harmonic motion ആണ്. Let the instant the circuit is close to be at T is equal to 0. What is the total energy stored initially? Initial energy എത്രയാണ്? Initial energy അവിടെ മാഗ്നറ്റിക് എനർജി ഉണ്ടാവുമോ? അപ്പോൾ എപ്പോഴാണോ നമ്മൾ സ്വിച്ച് ക്ലോസ് ചെയ്യുന്നത് ആ സമയത്ത് അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? at T equal to 0 there is only electrical energy. Then E total is equal to electrical energy മാത്രം half into Q0 square divided by C. Substitute ചെയ്യാം. എത്ര കിട്ടും? ET is equal to അല്ലെങ്കിൽ EE is equal to half into Q0. What is the value Q0? 10 into 10 raised to minus 3 the whole square. Q0 square divided by C. What is the value C? C is equal to 50 into 10 raised to minus 6. Substitute ചെയ്യാം. Then നമുക്ക് എന്ത് കിട്ടും? 100 into 10 raised to minus 6 divided by 2 into 50 വീണ്ടും 100 into 10 raised to minus 6 is equal to 1 joule. എത്ര കിട്ടി? Answer is 1 joule. Clear ആണോ? ഓക്കെ അല്ലേ? എന്തായാലും സെക്കൻഡ് പാർട്ട് നോക്കാം. എന്താ സെക്കൻഡ് പാർട്ടിന്റെ ഇക്വേഷൻ എന്താന്ന് നോക്കിയേ. വാട്ട് ഈസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ സർക്യൂട്ട്? നാച്ചുറൽ ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു ഒമേഗ 0 which is equal to 1 by root LC. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 divided by root L എത്രയായിരുന്നു? what is the inductive circuit contain? 20 millihenry. Then 20 into 10 raised to minus 3 and C is the 50 microfarad. 50 into 10 raised to minus 6. Then the value is equal to 1 divided by root of 2 into 5. Then root of 10 into power 8. അതായിരിക്കും നല്ല. root of 20 into 50 10 raised to 3 into 10 raised to minus 3 into 10 raised to minus 6. 10 raised to 3, 10 raised to minus 3 cut away. Then 1 divided by root of 10 raised to minus 6 equal to 1 divided by 10 raised to minus 3. What is the value? Omega 0 is equal to 10 raised to 3. Omega unit എന്താ? Radian per second. Radian per second. ഇനി സപ്പോസ് ഒമേഗ 0 അല്ല, ദ ആംഗുലർ ഫ്രീക്വൻസി അല്ലല്ലോ ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ?
ഒമേഗ എല്ലാ ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി ആണ്. ദെൻ ഒമേഗ 0 is equal to 2 pi nu 0. then the nu 0 is equal to എത്ര കിട്ടും? omega 0 divided by 2 pi. then the value is 10 raised to 3 divided by 2 pi is equal to 500 divided by pi. അത്രയും ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ. then the next question, at what time the energy stored is completely magnetic? ഫുൾ എനർജി മാഗ്നറ്റിക് ആവണമെങ്കിൽ ഇപ്പം നമ്മൾ നോക്കിയേ ഉള്ളൂ എപ്പോഴാണ് കംപ്ലീറ്റ് എനർജി മാഗ്നറ്റിക് ആവുന്നത് എപ്പോഴാണ്? ദെൻ ഈ ടോട്ടൽ ഇസ് ഈക്വൽ ടു ഇ ബി മാത്രം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി ബിക്കെയിം 0 അറ്റ് ടി ഇസ് ഈക്വൽ ടു ടി ബൈ 4, 3t by 4 and 5t by 4 etc. odd number t by 4 എല്ലാം എന്തായിരിക്കും? electrical energy fully converted into magnetic energy. then we know that the frequency ക്ക് എത്ര നമുക്ക് വാല്യൂ കിട്ടിയത്? then 500 divided by pi അത്രയും hertz. then t is equal to 1 by nu which is equal to 1 by nu is equal to pi divided by 500. then at t is equal to t by 4 is equal to എത്ര കിട്ടും? pi divided by 4 into 500. then pi divided by 2000. pi by 2000 അത്രയും സെക്കൻഡ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ടൈം എത്രയാവുന്നത്? ഫസ്റ്റ് ടൈം ഇലക്ട്രിക്കൽ എനർജി ഈസ് ഫുള്ളി കൺവേർട്ടഡ് ഇൻ ടു മാഗ്നറ്റിക് എനർജി അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ് pi divided by 2000. ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? അതേപോലെ എല്ലാ ഓഡ് നമ്പർ ടി ബൈ 4നും അതെന്താവും? ഇലക്ട്രിക്കൽ എനർജി ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു മാഗ്നറ്റിക് എനർജി. ഓക്കെ അല്ലേ? Then the last question. What is the last question? At what times is the total energy shared equally between inductor and capacitor? എപ്പോഴാ ഇൻഡക്ടറും കപ്പാസിറ്ററും കംപ്ലീറ്റ്ലി അത് ഈക്വലി ഷെയർ ചെയ്യുന്നത് എപ്പോഴാ? then the total energy is equal to നമുക്കറിയാം electrical energy plus magnetic energy which is equal to 2 times electrical energy or 2 times magnetic energy. ആവുന്നത് എപ്പോഴാ? at the time t is equal to t by 8, 3t by 8 etc. അത് odd number t by 8. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ at time t is equal to t by 8 എത്രയായിരുന്നു നമുക്ക്? t by 4 എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? pi divided by 2000. അപ്പോൾ ഇതെന്തായിരിക്കും ഇവിടെ? ഇൻറ്റു ഒരു 2 കൂടി വരും. then pi divided by 4000. അത്രയും സെക്കൻഡ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. then നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒരു ന്യൂ ടോപ്പിക് പഠിക്കാം which is the transformers. Thank you.